ഓരോ മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട്. അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. താനാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി UDF-ലെ തെയ്യമ്പാടി കുഞ്ഞിപ്പയെ തെരഞ്ഞെടുക്കപ്പെട്ടു. പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന VPO അസ്കർ മാഷിന്റെ നിര്യാണത്തെ തുടർന്നാണ് പുതിയ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കേണ്ടി വന്നത്. കുഞ്ഞിപ്പ തെയ്യമ്പായുടെ പേര് മെമ്പർ P ജ്യോതി നിർദ്ദേശിക്കുകയും സ്ഥിരം സമിതി അധ്യക്ഷ K സൽമത്ത് പിന്താങ്ങുകയും ചെയ്തു. എതിർ സ്ഥാനാർത്ഥിയായ വിഷാദ് ഖാദർ കുട്ടിയുടെ പേര് പഞ്ചായത്ത് അംഗം T സമീർ നിർദ്ദേശിക്കുകയും പഞ്ചായത്ത് അംഗം C ജിനീഷ് പിന്താങ്ങുകയും ചെയ്തു. സെയ്തലവി എന്ന കുഞ്ഞിപ്പക്ക് 16 വോട്ടും ഖാദർ കുട്ടിക്ക് 7 വോട്ടും ലഭിച്ചു. താനാളൂർ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്ന തെരഞ്ഞെടുപ്പിൽ റിട്ടേണിംഗ് ഓഫീസർ KT സെയ്തലവി തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കുകയും പുതിയ പ്രസിഡന്റിനെ സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയും ചെയ്തു. ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട സെയ്തലവി ടി എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഈശ്വര നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. അന്തരിച്ച മുൻ പ്രസിഡന്റ് VPO അസ്കർ മാഷിന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയാണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ ആരംഭിച്ചത്. UDF നേതാക്കളായ KN മുത്തുക്കോയ തങ്ങൾ, നൂഹ് കരിങ്കപ്പാറ, B സെയ്തലവി ഹാജി, KV മൊയ്തീൻകുട്ടി, O രാജൻ, TPM മുഹ്സിൻ ബാബു, P അബ്ദുൽ കരീം, കൂടാത്ത് മുഹമ്മദ് കുട്ടി ഹാജി, PS ഹമീദ് ഹാജി, PA മുസ്തഫ, അനിൽ തലപ്പള്ളി, കുഞ്ഞു മീനടുത്തൂർ, ഫാറൂഖ് പകര, വെള്ളിയത്ത് സലാം, KV ഖാലിദ്, മജീദ് മംഗലത്ത്, ഉവൈസ് കുണ്ടുങ്ങൽ തുടങ്ങിയവരും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K ഫാത്തിമ ബീബി, പഞ്ചായത്ത് അംഗം ഉസ്മാൻ ഹാജി, K സൽമത്ത്, TK നസീർ, V ആയിഷമു തുടങ്ങിയ ജനപ്രതിനിധികളും സെക്രട്ടറി TU സുരക്ഷിത, കൊക്കോടി മൊയ്തീൻകുട്ടി ഹാജി എന്നിവരും പങ്കെടുത്തു. ന്യൂസ് 99 തിരൂർ. 35 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.